നമ്മൾ പലപ്പോഴും തമാശയായിട്ട് പറയാറുണ്ട്, മലയാളികളെ മണി ചെയിൻ പോലുള്ള തട്ടിപ്പുകൾ വീഴ്ത്താൻ വളരെ എളുപ്പമാണെന്ന്, മലയാളികൾ അത്ര മണ്ടന്മാരാണെന്ന്. എന്നാൽ ലോക ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമ്മളെക്കാൾ മണ്ടന്മാരായിട്ടുള്ള നിരവധി ആളുകളുണ്ട് വ്യത്യസ്തമായിട്ടുള്ള രാജ്യങ്ങളിൽ. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചതികളെക്കുറിച്ചാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഐഫൽ ഗോപുരത്തിൽ നിന്ന് തുടങ്ങാം. ലോകാത്ഭുതങ്ങളിൽ ഒന്നായ ഐഫൽ ടവർ അത് സ്ഥിതി ചെയ്യുന്നത് ഫ്രാൻസിലാണ്, ഫ്രാൻസിലെ പാരീസിലാണ്. കൗണ്ട് വിക്ടർ ലെസ്റ്റിംഗ് എന്ന ഒരു മനുഷ്യൻ ഈ ഐഫൽ ഗോപുരം വിറ്റ് കാശാക്കി. ഒരു തവണയല്ല, 2 പേർക്ക് വിറ്റ് കാശാക്കി. അദ്ദേഹം 1925 ഫ്രാൻസിലുണ്ടായിരുന്നു, പാരീസിൽ. ആ കാലഘട്ടത്തിൽ ഒരു വലിയ റൂമർ പരക്കുന്നുണ്ട്, ഐഫൽ ഗോപുരം വിൽക്കാൻ പോവുകയാണ്, അത് സ്ക്രാപ്പ് വിലയ്ക്ക് വിറ്റ് ഒഴിവാക്കാൻ പോകുന്നു. അതൊരു ഫേക്കായിട്ടുള്ളൊരു വാർത്തയാണ്, പക്ഷേ വലിയ പ്രചാരം കിട്ടിയിരുന്നു. ലെസ്റ്റിംഗ് ഈ റൂമർ കേട്ടതിന് ശേഷം സ്വയം ഒരു ഗവൺമെൻറ് ഓഫീസറായിട്ട് അവതരിച്ചു. അദ്ദേഹം ടാർഗറ്റ് ചെയ്തത് വളരെ ധനികരായിട്ടുള്ള കോൺട്രാക്ടർമാരെയാണ്, ഇത്തരത്തിൽ സ്ക്രാപ്പ് വിലയ്ക്ക് സാധനങ്ങൾ എടുക്കുന്ന ധനികരെയാണ്. ഓരോരുത്തരെയായി സമീപിച്ചു, അതിൽ ഒരാൾ വീണു. അയാൾ ഇദ്ദേഹത്തിന് പൈസയും കൊടുത്തു, കോൺട്രാക്റ്റിൽ ഒപ്പുമിട്ടു. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ അയാൾ മറ്റൊരാൾക്ക് കൂടി ഐഫൽ ഗോപുരം വിൽക്കുകയുണ്ടായി. കൗണ്ട് വിക്ടർ ലെസ്റ്റിംഗ് എന്നുള്ളത് അയാളുടെ യഥാർത്ഥ പേരാണെന്ന് തോന്നുന്നില്ല. അയാൾക്ക് വ്യത്യസ്തമായിട്ടുള്ള 47 പേരുകളും 1 ഡസനിലധികം വരുന്ന പാസ്പോർട്ടുകളും ഉണ്ടായിരുന്നു. എന്തായാലും പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് പറയുന്നത് പോലെ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മൻഹാറ്റനിലെ ജയിലിലേക്കാണ് ഇയാളെ കൊണ്ടുപോയത്. പക്ഷേ അവിടെ നിന്നും അതിവിദഗ്ധമായിട്ട് ഇയാൾ ജയിലിൽ ചാടി. പക്ഷേ അധികം വൈകാതെ തന്നെ ഇയാളെ വീണ്ടും അറസ്റ്റ് ചെയ്തു. എന്നാൽ രണ്ടാമത് അയാളെ കൊണ്ടുപോകുന്നത് അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള ഒരു ദ്വീപിലേക്കാണ്. ആ ജയിലിനെ കുറിച്ച് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അൽക്കാട്രസ് എന്നാണ് അതിൻ്റെ പേര്. ഒരു ദ്വീപ് പൂർണ്ണമായിട്ടും ഒരു ജയിലായിട്ട് മാറിയിരിക്കുന്നു. അവിടെ നിന്നും അദ്ദേഹം രക്ഷപ്പെടാനുള്ള സാധ്യത മനസ്സിലാക്കിയിട്ടുള്ള വിദഗ്ധർ അദ്ദേഹത്തെ എല്ലാ ദിവസവും നഗ്നനാക്കി നടത്തുമായിരുന്നു. അങ്ങനെ നടത്തിയതിന് ശേഷം മാത്രമാണ് അയാളെ അയാളുടെ സെല്ലിലേക്ക് കടത്തിവിടുന്നത്. അയാളുടെ കയ്യിൽ ജയിലിൽ ചാടാൻ സഹായിക്കുന്ന ഒരു ടൂളുമില്ല എന്ന് അവർ ഉറപ്പുവരുത്തി. ഇത്തരത്തിലുള്ള മണ്ടന്മാർ യൂറോപ്പിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ ചിരിക്കാൻ വരട്ടെ, നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യയിൽ ഇതിലും വലിയ ഒരു ചതി നടന്നിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ലോകാത്ഭുതമുണ്ടല്ലോ, താജ്മഹൽ. താജ്മഹൽ ഇത്തരത്തിൽ ഒരുപാട് പേർക്ക് വിറ്റിട്ടുള്ള ഒരു വിദ്വാൻ നമ്മുടെ ഈ ഇന്ത്യയിലും ഉണ്ട്. മിൽഹിലേഷ് കുമാർ ശ്രീവാസ്തവ എന്നാണ് അയാളുടെ പേര്. പക്ഷേ അയാൾ അറിയപ്പെട്ടിരുന്നത് നട്വർലാൽ എന്ന പേരിലാണ്. അയാൾ ഒരു വക്കീലുമായിരുന്നു. അയാൾ വിറ്റത് താജ്മഹൽ മാത്രമല്ല, റെഡ് ഫോർട്ട് വിറ്റു, അതിനു പുറമെ പാർലമെൻറ്റ് വിറ്റു. പാർലമെൻറ്റ് മാത്രമല്ല, ആ പാർലമെൻറ്റിലുള്ള നിലവിലെ 545 എംപിമാരെ കൂടി അയാൾ വിറ്റു. 1980കളിലായിരുന്നു അയാളുടെ ഇത്തരത്തിലുള്ള ചതികൾ അരങ്ങേറിയത്. അയാളെ വിശ്വസിച്ച് ഈ വസ്തുവകകളൊക്കെ വാങ്ങിച്ചിട്ടുള്ള വിദ്വാൻമാർ, ധനികരായിട്ടുള്ള വിദ്വാൻമാർ നിരവധിയുണ്ട്. എന്തായാലും അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു, ജയിലിലാക്കി. എന്നാൽ വിദഗ്ധമായിട്ട് അയാൾ ജയിലിൽ ചാടി, പിന്നെയും അറസ്റ്റ് ചെയ്തു, ജയിലിൽ ചാടി. അങ്ങനെ നിരവധി തവണ അയാൾ ജയിലിൽ ചാടി. ഏറ്റവും ഒടുവിലായിട്ട് അയാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് 82 വയസ്സുണ്ടായിരുന്നു. മാത്രമല്ല അയാൾ ഒരു വീൽ ചെയറിലായിരുന്നു. പക്ഷേ അതിവിദഗ്ധമായി തന്നെ ആ 82ാമത്തെ വയസ്സിൽ വീൽ ചെയറോടുകൂടി അയാൾ ജയിലിൽ ചാടി. പിന്നീട് അയാളെക്കുറിച്ചുള്ള ഒരു വിവരവും ലഭ്യമായിട്ടില്ല. സമാനമായ രീതിയിൽ അമേരിക്കയിലും ചില ചതികൾ നടന്നിട്ടുണ്ട്. ജോർജ് സി പാർക്കർ എന്ന വ്യക്തി അവിടെ വിറ്റത് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയാണ്. എന്തിനാണ് ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയും താജ്മഹലും ഒക്കെ ആളുകൾ വാങ്ങിക്കുന്നത്? താജ്മഹൽ ഒരുപക്ഷെ അവർക്ക് താമസിക്കാൻ വേണ്ടി ആയിരിക്കാം വാങ്ങിച്ചത്. ഒരു ധനികന് എന്തുകൊണ്ടും വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മികച്ച കെട്ടിടം താജ്മഹൽ തന്നെയല്ലേ? പക്ഷേ പാർക്കർ വിറ്റിട്ടുള്ള മറ്റൊരു സംഭവമുണ്ട്. അതൊരു പാലമാണ്, ബ്രൂക്ലിൻ ബ്രിഡ്ജാണ് അയാൾ വിറ്റത്. അതിന് സാമ്പത്തികമായിട്ടുള്ളൊരു നേട്ടമുണ്ടാക്കാൻ സാധിക്കും. അയാൾ മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചത് ആ ബ്രൂക്ലിൻ പാലത്തിൻ്റെ മുൻവശത്തായിട്ട് നിങ്ങൾക്ക് ടോൾ പ്ലാസ നിർമ്മിക്കാൻ സാധിക്കുമെന്നാണ്. അതുവഴി കടന്നു പോകുന്ന വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കാൻ സാധിക്കും. അങ്ങനെ ഒരാൾക്കല്ല, നിരവധി പേർക്ക് അയാൾ ബ്രൂക്ലിൻ പാലം വിറ്റു. അങ്ങനെ അവരെല്ലാം ഈ ടോൾ പ്ലാസ അവിടെ നിർമ്മിക്കുകയും ചെയ്തു. പോലീസ് നിരന്തരമായി ആ സ്ഥലത്ത് വന്ന് ഈ ടോൾ പ്ലാസ അവിടെ നിന്നും നീക്കം ചെയ്യും. ഒരു തവണ നീക്കം ചെയ്ത് പിന്നീട് അവിടെ ടോൾ പ്ലാസ നിർമ്മിക്കുന്നത് മറ്റൊരു മണ്ടനായിരിക്കും. അങ്ങനെ നിരവധി തവണയാണ് പോലീസുകാർ ടോൾ പ്ലാസ അവിടെ നിന്നും നീക്കം ചെയ്തത്. സ്ത്രീകളും ഒട്ടും മോശമല്ല. എൽവിറ ടെയ്ലർ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ നമുക്ക് പരിചയപ്പെടാം.
അവർ ഒരു വിവാഹ തട്ടിപ്പുകാരിയായിരുന്നു. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് ചെലവിന് തരുമല്ലോ, അപ്പോൾ ഭർത്താവിൽ നിന്നും പണം കിട്ടും. എന്നാൽ ഒരുപാട് ഭർത്താക്കന്മാർ ഒരേ സമയത്തുണ്ടെങ്കിലോ അത് വലിയ പൊല്ലാപ്പായിട്ട് മാറും. പക്ഷേ ഇവർ അതിവിദഗ്ധമായി ഈ വിവാഹമൊക്കെ ചെയ്തത് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ നിരവധി ആളുകൾ പട്ടാളത്തിലുണ്ടായിരുന്നു, അവർ ജോലിക്ക് പോകുമായിരുന്നു. അങ്ങനെ ഉന്നത ജോലിയിലുണ്ടായിരുന്ന നേവൽ ഓഫീസർമാരെയാണ് അവർ വിവാഹം ചെയ്യുന്നത്. യുദ്ധമായതുകൊണ്ട് തന്നെ അവർക്ക് വീട്ടിലേക്ക് വരാൻ കഴിയില്ല. വിവാഹം ചെയ്ത് അവർ യുദ്ധത്തിലേക്ക് പോവുകയാണ്. ഒരു തവണ വിവാഹം ചെയ്തു, മറ്റൊരു ഓഫീസറിനെ വിവാഹം ചെയ്തു. അങ്ങനെ ഒഫീഷ്യലി അവർ ഏറ്റവും കുറഞ്ഞത് 6 വിവാഹമെങ്കിലും ചെയ്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇവർ പിടിക്കപ്പെട്ടത്? അത് കപ്പലിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു മദ്യ സൽക്കാരത്തിനിടയിലാണ്. 2 നേവൽ ഓഫീസർമാർ അവരുടെ ഭാര്യമാരെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുകയായിരുന്നു. അതിനിടയിൽ ഒരു നേവൽ ഓഫീസർ അയാളുടെ ഭാര്യ യുദ്ധത്തിന് പോകുന്നതിന് തൊട്ടു മുൻപ് തന്ന ഫോട്ടോ എടുത്ത് കാണിച്ചു. മറ്റേ നേവൽ ഓഫീസർ ഞെട്ടിപ്പോയി. കാരണം അയാളുടെ ഭാര്യയും യുദ്ധത്തിന് പോകുന്നതിന് മുൻപ് അവരുടെ ഒരു ഫോട്ടോ തന്നിരുന്നു. അതേ ഫോട്ടോ തന്നെയാണ് തൊട്ട് മുൻപിലിരിക്കുന്ന നേവൽ ഓഫീസറും നൽകിയിരിക്കുന്നത്. അയാൾക്ക് അത്ഭുതമായി. അയാളും പോക്കറ്റിൽ നിന്ന് അതേ ഫോട്ടോ തന്നെ, ഒരേ രീതിയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന സെയിം ഫോട്ടോ തന്നെ കാണിച്ചു. പിന്നെ നടക്കുന്ന പൂരത്തെക്കുറിച്ച് പറയേണ്ടായല്ലോ. 2 പേരും കൂട്ടത്തല്ലായിരുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ 2 പേരും ശാന്തരായി. അവർ റിയലൈസ് ചെയ്തു കുറ്റക്കാർ മുൻപിലിരിക്കുന്ന നേവൽ ഓഫീസറല്ല, അവരുടെ സ്വന്തം ഭാര്യ തന്നെയാണെന്ന്. അധികം വൈകാതെ തന്നെ ആ ഭാര്യ തുറങ്കലിൽ അടയ്ക്കപ്പെട്ടു. പോലീസിൻ്റെ പിന്നീടുള്ള വിചാരണയിലൂടെ അവർ 2 തവണയല്ല, മൊത്തം 6 തവണ 6 വ്യത്യസ്തരായിട്ടുള്ള നേവൽ ഓഫീസർമാരെ വിവാഹം ചെയ്തു എന്ന് മനസ്സിലാക്കി. 6 എണ്ണം മനസ്സിലാക്കി. പക്ഷേ മനസ്സിലാക്കാത്ത വിവാഹം നിരവധി ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞതെല്ലാം ഓരോരോ വ്യക്തികളെ പറ്റിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാൽ ചില ആളുകൾ ഒരു വലിയ സമൂഹത്തെ തന്നെ പറ്റിക്കുകയാണെങ്കിലോ സാമ്പത്തികമായിട്ട്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്കാമാണ്. അത് ശരിക്കും തുടങ്ങിയത് ഏതാണ്ട് 200 വർഷങ്ങൾക്ക് മുൻപാണ്. സ്പാനിഷ് പ്രിസണർ സ്കാം എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത്. ഇതനുസരിച്ച് ലോകത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന വ്യത്യസ്തരായിട്ടുള്ള ആളുകൾക്ക് കത്തുകൾ വരും. സ്പെയിനിൽ നിന്ന് വരുന്ന കത്താണ്. ആ കത്തിൻ്റെ ഉള്ളിലെ ഉള്ളടക്കം ഒരേപോലെ തന്നെയാണ്. ആ ഉള്ളടക്കം അനുസരിച്ച് സ്പെയിനിൽ ഒരു കോടീശ്വരനായിട്ടുള്ള വ്യക്തി ജയിലിൽ കിടക്കുകയാണ്. മറ്റാരോ ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് അവിടെ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നത്. അയാളെ അവിടെ നിന്നും മോചിപ്പിക്കണമെങ്കിൽ ജയിലറിന് കൈക്കൂലി കൊടുക്കണം. കൈക്കൂലി കൊടുക്കാൻ ഇപ്പോൾ അയാൾക്ക് സാധിക്കുന്നില്ല. കാരണം അയാൾ ജയിലിലാണല്ലോ. ജയിലിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ പൈസയൊന്നും കാണില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വേണം സഹായിക്കാൻ. നമുക്ക് ഇത്ര പൈസ അയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ആ പൈസ ജയിലറിനെ ഏൽപ്പിക്കും. ജയിലർ അയാളെ മോചിപ്പിക്കും. വെളിയിലിറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ 10 ഇരട്ടി പണം നിങ്ങൾക്ക് തരും. അതിനു പുറമെ അയാൾക്ക് സുന്ദരിയായ ഒരു മകളുണ്ട്. ആ മകളെയും വിവാഹം ചെയ്തു തരും. ഈ കത്തുകൾ കണ്ട് ചതിക്കുഴിയിൽ വീണ നിരവധി ആളുകളുണ്ട്. 10,000 കത്തുകളാണ് വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് അയച്ചു വിട്ടത്. അതിൽ 100-200 പേർ ഈ ചതിക്കുഴിയിൽ വീണു. പക്ഷേ അവർക്കാർക്കും 10 ഇരട്ടി പണമോ അല്ലെങ്കിൽ ആ സ്പാനിഷ് പ്രിസണറുടെ മകളെയോ കിട്ടിയിട്ടില്ല. ഇന്നും നമുക്ക് ഇത്തരത്തിലുള്ള മെയിലുകൾ കാണാം. പക്ഷേ ആ മെയിലുകൾ യഥാർത്ഥ മെയിലുകളല്ല, നമ്മുടെ ജിമെയിലിലെ ഇൻബോക്സിലേക്ക് വരുന്ന മെയിലുകളാണ്. നമ്മൾ പലരും അത് സ്പാമായിട്ട് തന്നെ കാണുന്നു. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ പോലും അതിൽ വീണു പോകുന്ന ഒരു ചെറിയ മൈനോറിറ്റി ഉണ്ട്. 200 വർഷങ്ങൾക്ക് മുൻപ് ഒരു ബ്രിട്ടീഷ് ജനറലായ ഗ്രിഗർ ഒരു കള്ളക്കഥ ഇറക്കി. ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്ക് ഇല്ലാത്ത രാജ്യങ്ങളില്ല. മിക്ക കോണ്ടിനെൻറ്റിലും അവർ നേരിട്ടോ അല്ലാതെയോ ഭരിക്കുന്ന രാജ്യങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഗ്രിഗർ പറഞ്ഞു സൈമൺ ബൊളിവറുമായിട്ട് അയാൾ ഏറ്റുമുട്ടി. അങ്ങനെ ലാറ്റിൻ അമേരിക്കൻ കോണ്ടിനെൻറ്റിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ദ്വീപ് സ്വതന്ത്രമാക്കാൻ അയാൾക്ക് സാധിച്ചു. ഇപ്പോൾ ആ ദ്വീപ് അത് ഒരു സ്വതന്ത്ര രാജ്യമാണ്. അവിടെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് അവസരങ്ങളുണ്ട്. ഇങ്ങനെ ബ്രിട്ടീഷുകാർ കീഴ്പ്പെടുത്തുന്ന പല സ്ഥലങ്ങളിലും ബ്രിട്ടീഷിൽ തന്നെയുള്ള വലിയ ധനികർ ഒരുപാട് സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് അവിടെ നിന്നും പണം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും. പുതുതായിട്ട് കീഴ്പ്പെടുത്തിയിരിക്കുന്ന ഈ രാജ്യത്തിന് അയാൾ നൽകിയ പേര് പൊയായ്സ് എന്നാണ്. പൊയായ്സ് എന്ന് പറയുന്ന ഒരു രാജ്യമേ ഇല്ല. ഇല്ലാത്തൊരു രാജ്യത്തിൻ്റെ പേര് പറഞ്ഞ് ബ്രിട്ടീഷുകാരായിട്ടുള്ള ധനികരുടെ കയ്യിൽ നിന്നും കോടിക്കണക്കിന് പണം അയാൾ സമാഹരിച്ചു. ആ ധനികരെ ആകർഷിക്കാനായിട്ട് അയാൾ ഒരുപാട് കള്ളക്കഥകൾ കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അയാൾ പറഞ്ഞു അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ സ്ത്രീകൾ പ്രത്യേക ബഹുമതിയോടുകൂടി തന്നെ സ്വീകരിക്കും. അതിസുന്ദരികളായിട്ടുള്ള സ്ത്രീകളാണ് അവിടെ ഉള്ളത്. ഇൻവെസ്റ്റ് ചെയ്താൽ അവരോടൊപ്പം ക്ഷയിക്കാൻ പോലും സാധ്യമാകുമെന്ന് അയാൾ കഥകൾ അടിച്ചിറക്കി. ഇത് കേട്ട് വിശ്വസിച്ച നിരവധി മണ്ടന്മാർ പണം ഇൻവെസ്റ്റ് ചെയ്തു. ഒടുവിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് തന്നെ പറഞ്ഞു
അയാൾ കള്ളനാണ്, അങ്ങനൊരു രാജ്യം തന്നെ ഇല്ല. പക്ഷേ അയാളെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഇതേ ധനികർ തന്നെ മുന്നോട്ട് വന്നു. മാത്രമല്ല അയാളെ ബ്രിട്ടനിൽ നിന്നും രക്ഷപ്പെടുത്താനും ഇവർ സഹായിച്ചു. അയാൾ പിന്നീട് പോയത് വെനിസ്വേല എന്ന രാജ്യത്തിലേക്കാണ്. ആ രാജ്യത്ത് കോടിക്കണക്കിന് പണവുമായിട്ട് അയാൾ വന്നിറങ്ങി. പിന്നീടുള്ള 8 വർഷം അയാൾ സുഖവാസം തന്നെയായിരുന്നു. 8 വർഷങ്ങൾക്ക് ശേഷം സ്വാഭാവികമായിട്ടുള്ള കാരണങ്ങളാൽ അയാൾ മരണമടഞ്ഞു. ശാന്തമായിട്ടുള്ള മരണം. പക്ഷേ ആ കോടിക്കണക്കിന് പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് പൊയേസ് എന്ന രാജ്യത്തെക്കുറിച്ച് പിന്നീട് ഒന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. കാരണം അങ്ങനൊരു രാജ്യം തന്നെ ഇല്ലല്ലോ. മണി ചെയിനെ കുറിച്ച് പറഞ്ഞാണല്ലോ ഞാൻ ഈ വീഡിയോ തുടങ്ങിയത്. ഈ മണി ചെയിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? എന്തായാലും അത് ആരംഭിച്ചത് നമ്മുടെ കേരളത്തിലല്ല, അതിനും വർഷങ്ങൾക്ക് മുൻപ് തന്നെ ലോകത്തിൻ്റെ പല മേഖലകളിലും ഇതുണ്ടായിരുന്നു. നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ തുടക്കക്കാരൻ ചാൾസ് പോൻസി ആണെന്നാണ്. പോൻസി ഒരു സ്ഥാപനം ആരംഭിച്ചു. ആ സ്ഥാപനത്തിൽ നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 90 ദിവസങ്ങൾ കഴിയുമ്പോൾ ആ പൈസ തിരികെ കിട്ടും. ഒപ്പം 50% പലിശയും കിട്ടും. 1 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ 1.5 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടും. ഒരുപാട് പേർ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചു. ആദ്യം ആളുകൾക്കൊക്കെ സംശയമായിരുന്നു. പക്ഷേ ആദ്യമിട്ട ആളുകൾക്കൊക്കെ 90 ദിവസം കഴിഞ്ഞപ്പോൾ ആ പറഞ്ഞ തുക തന്നെ അവർക്ക് ലഭ്യമായി. ഇത് കണ്ട് വിശ്വസിച്ച് നിരവധി ആളുകൾ പണം ഇട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ പണമിട്ട് അയാളുടെ സ്ഥാപനം ഒരു വലിയ സ്ഥാപനമായിട്ട് മാറി. ഒരു പിരമിഡിൻ്റെ ഷേപ്പിലാണ് ഈ മണി ചെയിൻ പ്രവർത്തിക്കുന്നത്. ഏറ്റവും മുകളിലുണ്ടായിരിക്കുന്ന ആളുകൾ കുറച്ച് പേരേ ഉള്ളൂ. അവരുടെ താഴെയായിട്ട് നിരവധി ആളുകളുണ്ട്. അവരിടുന്ന പണം മുകളിലുള്ള ആളുകൾക്ക് കിട്ടും. അങ്ങനെ താഴേക്ക് പോകും തോറും ഈ പിരമിഡിൻ്റെ വലിപ്പം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഏറ്റവും താഴെ എത്തുമ്പോൾ ഒരുപാട് പേരുണ്ടായിരിക്കും. അത്രയും പേർക്ക് പണം കൊടുക്കാൻ സാധിക്കുന്നതല്ല. കാരണം ഇനിയും കൂടുതൽ ആളുകളെ കൊണ്ടുവരാൻ പ്രയാസമാണ്. എല്ലാവരും ഈ മണി ചെയിൻ തട്ടിപ്പിൽ വീണ് പോകത്തുമില്ല. അങ്ങനെ ആ കമ്പനി തകർന്നടിയും. ഇവിടെയും സംഭവിച്ചത് അങ്ങനെ തന്നെയാണ്. ചാൾസ് പോൻസിയെ പോലീസ് പിടികൂടി. അയാൾ 14 വർഷക്കാലം ജയിലിലായിരുന്നു. യൂറോപ്പിലെ ഒരു കുഞ്ഞ് രാജ്യമാണ് ലൈക്ടെൻസ്റ്റൈൻ. അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു ജില്ലയിലെ ജനസംഖ്യയുടെ അത്രയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സംഭവം നടക്കുന്നത് 18-ാം നൂറ്റാണ്ടിലാണ്. ബാർബറ എർണി എന്ന കുലീനയായ ഒരു സ്ത്രീ, കാഴ്ചയിൽ ധനികയാണെന്ന് തോന്നിപ്പോവും. അവർ ധരിക്കുന്നത് ഒരു രാജ്ഞിക്ക് സമാനമായിട്ടുള്ള വേഷങ്ങളാണ്. അവർ എല്ലായ്പ്പോഴും യാത്രയിലാണ്. അവരുടെ പക്കൽ ഒരു ഭാരമേറിയ വലിപ്പമേറിയ ഒരു ബാഗുമുണ്ട്. അവർ യാത്ര ചെയ്യുന്നത് ഏതെങ്കിലും ഒരു മുന്തിയ ഹോട്ടലിലേക്കായിരിക്കും. അവിടെ താമസിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. താൽക്കാലികമായി കുറച്ച് ദിവസത്തേക്ക് അവരവിടെ താമസിക്കുന്നു. ആ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്ന വലിയ ബാഗുകളൊക്കെ സൂക്ഷിക്കുന്നത് പ്രത്യേക സ്റ്റോർ റൂമിലാണ്. ഒരുപാട് പണമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വസ്തുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് സ്റ്റോർ റൂമിൽ സൂക്ഷിക്കും. അന്ന് ഇന്നത്തെ പോലെ വലിയ ബാങ്കുകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പണമെല്ലാം കയ്യിൽ കൊണ്ട് നടക്കുകയാണ് പതിവ്. ഇങ്ങനെ ഇവരും ഈ വലിയ ബാഗ് കൊണ്ടുവന്ന് അവിടെയുള്ള സ്റ്റോർ റൂമിൽ സൂക്ഷിക്കും. അവിടെ താമസിക്കുന്ന മറ്റുള്ള ആളുകളുടെ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ തന്നെയും ഈ സ്റ്റോർ റൂമിലായിരിക്കും ഉണ്ടായിരിക്കുക. സ്റ്റോർ റൂമിൽ ഈ ബാഗ് വെച്ച് കുറച്ച് കഴിയുമ്പോൾ ആ ബാഗ് തനിയെ തുറക്കും. അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു മനുഷ്യൻ വെളിയിലേക്ക് ഇറങ്ങി വരും. അവിടെയുള്ള മറ്റ് ബാഗുകളൊക്കെ പരിശോധിച്ച് വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ അയാളുടെ ബാഗിലേക്ക് കൊണ്ടുവന്ന് ആ ബാഗിൽ തന്നെ അയാൾ മടങ്ങി വന്നിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഈ സ്ത്രീ അവിടെ നിന്നും തിരിച്ച് അവരുടെ ബാഗുമായിട്ട് വെളിയിലേക്ക് പോകുന്നു. പിന്നെ മറ്റൊരു ഹോട്ടലിലേക്കുള്ള യാത്രയാണ്. ഇവർ എല്ലാ മോഷണവും ഇതേ പാറ്റേണിൽ തന്നെയാണ് നടത്തിയിരുന്നത്, അതും ആ കുഞ്ഞ് രാജ്യത്ത് വെച്ച്. അതുകൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് തന്നെ പ്രശസ്തയായി. പെട്ടെന്ന് തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അറസ്റ്റ് ചെയ്തതെന്ന് മാത്രമല്ല, ഇവരെ പൊതുസ്ഥലത്ത് വെച്ച് വെട്ടിക്കൊല്ലുകയാണ് ഉണ്ടായത്. ഇവരുടെ പേരിൽ ഒരു റെക്കോർഡ് കൂടിയുണ്ട്. ഈ കുഞ്ഞ് രാജ്യത്ത് ഏറ്റവും അവസാനമായി പബ്ലിക്കായിട്ട് കഴുത്തറുത്ത് കൊന്നത് ഈ സ്ത്രീയാണ്. അതിനുശേഷം പിന്നെ ആരെയും അത്തരത്തിൽ കൊന്നിട്ടില്ല. ബാർബറ എർണി വളരെ പ്രയാസപ്പെട്ടാണ് ഓരോ മോഷണവും നടത്തിയിരുന്നത്. എന്നാൽ വളരെ വിദഗ്ധമായി, വളരെ സിമ്പിളായി, കാര്യമായിട്ട് വേർപ്പൊഴുക്കാതെ മോഷണം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. ബിൽ ബെർണൻ എന്നാണ് അയാളുടെ പേര്. അയാൾ മോഷണം നടത്തിയത് അമേരിക്കയിലാണ്. വർഷം 1992. എല്ലാ ദിവസവും അയാളുടെ കയ്യിലൂടെ കോടിക്കണക്കിന് അമേരിക്കൻ ഡോളേഴ്സ് കടന്നു പോകുമായിരുന്നു. പക്ഷേ ആ ഡോളേഴ്സൊന്നും അയാളുടെ സ്വന്തമായിരുന്നില്ല. അയാൾ ജോലി ചെയ്തിരുന്നത് ലാസ് വേഗസിലെ സ്റ്റാർ ഡസ്റ്റ് എന്ന ഒരു കസിനോയിലാണ്. അയാളുടെ കയ്യിലൂടെ കടന്നുപോയത് അവിടെ കളിക്കാൻ വന്നിരുന്ന ആളുകളുടെ കോടിക്കണക്കിന് വരുന്ന ഡോളേഴ്സാണ്. എല്ലാ ദിവസവും കൃത്യസമയത്ത് ജോലിക്ക് വരും. വൈകുന്നേരമാകുമ്പോൾ മടങ്ങിപ്പോകും.
എന്നാൽ ഒരു ദിവസം അയാൾ മടങ്ങിപ്പോയത് 5 ലക്ഷം അമേരിക്കൻ ഡോളേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ സൂട്ട് കേസുമായിട്ടാണ്. ഈ കാസിനോയിൽ ഒരുപാട് ഗുണ്ടകളുണ്ട്. ആ ഗുണ്ടകളൊക്കെ തന്നെയും നിരീക്ഷിക്കുന്നത് അവിടെ കളിക്കാൻ വരുന്ന ആളുകളെയാണ്, അല്ലാതെ അവിടെ ജോലി ചെയ്യുന്ന ആളുകളെയല്ല. ആ ഗുണ്ടകളുടെ ഇടയിലൂടെയാണ് വിദഗ്ധമായി, ശാന്തമായി, സമാധാനത്തോടെ ആ സ്യൂട്ട് കേസുമായിട്ട് അയാൾ കടന്നു കളയുന്നത്. പിന്നീട് ആരും അയാളെ കണ്ടിട്ടില്ല. പല സിനിമകളിലും നമ്മൾ കേട്ടിട്ടുള്ള ഒരു ക്ലീഷേ ഡയലോഗാണ്, ഏറ്റവും വലിയ കള്ളന്മാർ ഇവിടെ വീടുകളിൽ കയറി മോഷ്ടിക്കുന്ന കള്ളന്മാരല്ല, അതിനേക്കാൾ വലിയ കള്ളന്മാർ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഇവിടുത്തെ MP-മാരും MLA-മാരും ഒക്കെയാണ്. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഈ പറയാൻ പോകുന്നതും അത്തരത്തിലുള്ള ഒരു കൊള്ളയെക്കുറിച്ചാണ്, ഒരു മോഷണത്തെക്കുറിച്ചാണ്. സംഭവം നടക്കുന്ന ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. 12-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലാണ്. അന്ന് ആ രാജ്യം ഭരിക്കുന്നത് ഹെൻറി രണ്ടാമനാണ്. ആ കാലഘട്ടത്തിൽ ഒരു പ്രത്യേക നിയമം ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം പണം പലിശയ്ക്ക് കൊടുക്കുന്നത് കുറ്റകരമായിട്ടുള്ളൊരു കാര്യമാണ്, അത് തെറ്റാണ്. ഇംഗ്ലണ്ടിൽ അത് നിരോധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ക്രിസ്ത്യാനികളല്ലാത്ത ആളുകൾക്ക് പണം പലിശയ്ക്ക് കൊടുക്കാൻ സാധിക്കും. ജൂതന്മാർ ആ കാലഘട്ടത്തിൽ അവിടെ ധാരാളമായിട്ട് ഉണ്ടായിരുന്നു. അവർ ഇങ്ങനെ പണം പലിശയ്ക്ക് കൊടുത്ത് വലിയ രീതിയിൽ പണം സമാഹരിച്ച് അവർ ധനികരായിട്ട് മാറി. ആദ്യകാല ബാങ്കേഴ്സ് എന്ന് വേണമെങ്കിൽ ഇവരെ നമുക്ക് വിശേഷിപ്പിക്കാം. പണം ഏറ്റവും കൂടുതലുള്ള ആളുകളെ ആയിരിക്കുമല്ലോ കള്ളന്മാർ നോട്ട് ചെയ്യുക. ഇവിടെയും ഒരു കള്ളൻ ഈ ജൂതന്മാരെ നോട്ട് ചെയ്തു. ഹെൻറി രണ്ടാമനാണ് ആ കള്ളൻ. അദ്ദേഹത്തിന് ഇഷ്ടം പോലെ നിയമങ്ങൾ ഉണ്ടാക്കാം. അയാളൊരു നിയമം ഉണ്ടാക്കി. ഒരു ജൂതൻ മരണമടഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ പണവും സ്വത്തുക്കളുമൊക്കെ അയാളുടെ അടുത്ത തലമുറയിലേക്ക് പോകത്തില്ല. അതെല്ലാം രാജാവിന് സ്വന്തമാണ്. അതായത് വിൽപ്പത്രത്തിന് അവിടെ പ്രസക്തിയില്ല. മരിച്ചു കഴിഞ്ഞാൽ പണം പൂർണ്ണമായിട്ടും രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ രാജാവിൻ്റെ ഖജനാവിലേക്ക് പോകും. അങ്ങനെ ഇരിക്കെ ഇംഗ്ലണ്ടിലെ അതിധനികനായിട്ടുള്ള ഒരു ജൂതൻ മരണമടഞ്ഞു. ആരൺ ഓഫ് ലിങ്കൺ എന്ന പേരിലാണ് അയാൾ അറിയപ്പെടുന്നത്. അയാളുടെ കയ്യിലായിരുന്നു ഏറ്റവും കൂടുതൽ പണം ഉണ്ടായിരുന്നത്. അങ്ങനെ ആ പണമെല്ലാം ഹെൻറി രണ്ടാമൻ്റെ കയ്യിലായി. അയാൾ ആ പണം പൂർണ്ണമായിട്ടും ഉപയോഗിക്കുന്നത് ഫ്രാൻസിനെതിരെ നടന്നുകൊണ്ടിരുന്ന ഒരു യുദ്ധത്തിലാണ്. അയാൾ ആ പണം ഉപയോഗിച്ച് നിരവധി പടക്കപ്പലുകൾ നിർമ്മിച്ചു. ആ പടക്കപ്പലുകളിൽ അത്യാധുനികമായിട്ടുള്ള, ആ കാലഘട്ടത്തിലെ ആധുനികമായിട്ടുള്ള പടക്കോപ്പുകൾ കൊണ്ട് നിറച്ചു. ആ പടക്കപ്പൽ ഫ്രാൻസ് ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. പക്ഷേ ശക്തമായിട്ടുള്ള ഒരു ചുഴലിക്കാറ്റിൽ ആ കപ്പലുകളൊക്കെ തകർന്ന് കടലിൻ്റെ അടിത്തട്ടിലേക്ക് പോയി. 1971 അമേരിക്കയിൽ വളരെ രസകരമായിട്ടുള്ള ഒരു മോഷണം നടന്നു. കഥ കേൾക്കുന്നവർക്ക് അത് രസകരമാണ്, പക്ഷേ പണം പോയവർക്കാണല്ലോ നഷ്ടം. എന്നാൽ ഇവിടെ പണം നഷ്ടപ്പെടുന്നത് സർക്കാരിനാണ്. 1971 ഒരു വ്യക്തി സിയാറ്റിലേക്ക് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു. അയാൾ DB കൂപ്പർ എന്ന പേരിലാണ് ആ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്നത്. അയാളുടെ യഥാർത്ഥ പേര് അതുതന്നെയാണോ എന്ന് നമുക്കറിയില്ല. എന്നാലും അയാൾ അങ്ങനെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഫ്ലൈറ്റിൽ കയറി യാത്ര ചെയ്യുകയാണ്. അപ്പോൾ യാത്രക്കിടയിൽ ഫ്ലൈറ്റ് അസിസ്റ്റൻ്റ്മാരുണ്ട്, അതായത് എയർ ഹോസ്റ്റസ്മാരുണ്ട്. അവർ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് ഈ പാസഞ്ചേഴ്സിൻ്റെ അടുത്തേക്ക് വന്നു. അങ്ങനെ ഒരു എയർ ഹോസ്റ്റസ് വന്നപ്പോൾ അയാൾ പറഞ്ഞത്, എനിക്ക് ഒരു ഗ്ലാസ് വിസ്കി വേണമെന്നാണ്. അതിനു പുറമെ എനിക്ക് 2 ലക്ഷം അമേരിക്കൻ ഡോളേഴ്സും 4 പാരച്യൂട്ടുകളും വേണം. എയർ ഹോസ്റ്റസ് അതൊരു തമാശയായിട്ടാണ് കേട്ടത്. അവർ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അതിനെ തുടർന്ന് DB കൂപ്പറിൻ്റെ ഭാഗത്തു നിന്നും മറ്റൊരു മറുപടി കൂടി അവൾക്ക് കേൾക്കാൻ സാധിച്ചു. എൻ്റെ കയ്യിൽ ഒരു ബോംബുണ്ട്, ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ബോംബ് ബ്ലാസ്റ്റ് ചെയ്യിക്കാൻ സാധിക്കും. എല്ലാവരും അക്ഷരാർത്ഥത്തിൽ തന്നെ പേടിച്ചുപോയി. അധികം വൈകാതെ തന്നെ സിയാറ്റിൽ എയർപോർട്ടിൽ ആ വിമാനം വന്നിറങ്ങി. വിമാനത്തിലുണ്ടായിരുന്ന പാസഞ്ചേഴ്സ് എല്ലാം വെളിയിലേക്ക് ഇറങ്ങി. അതിനോടൊപ്പം 2 ലക്ഷം ഡോളേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു പെട്ടിയും 4 പാരച്യൂട്ടുകളും ഉള്ളിലെത്തിച്ചു. ആ വിമാനത്തിൻ്റെ പൈലറ്റ് DB കൂപ്പറിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഫ്ലൈറ്റ് അവിടെ നിന്നും മുകളിലേക്ക് ഉയർത്തി. ഒരു 10,000 അടി ഉയരത്തിലേക്ക് പോയി കാണും. പിന്നീട് കുറച്ച് ദൂരം അത് യാത്ര ചെയ്യുകയും ഉണ്ടായി. അതിനിടയിൽ എപ്പോഴോ അയാൾ ആ ഫ്ലൈറ്റിൽ നിന്നും നിലത്തേക്ക് പാരച്യൂട്ടിൻ്റെ സഹായത്താൽ ചാടി. പിന്നീട് പോലീസ് പലതവണ അയാളെ അന്വേഷിച്ചുവെങ്കിലും അയാളെക്കുറിച്ചുള്ള ഒരു വിവരവും കിട്ടിയിട്ടില്ല. അയാളുടെ ഒരു രേഖാചിത്രം വരച്ചിട്ടുണ്ട്. ആ ചിത്രമാണ് നിങ്ങളിവിടെ കാണുന്നത്. ഒരുപക്ഷെ അത്രയും വലിയ പണവുമായിട്ട് അയാൾ എവിടെയെങ്കിലും പോയി സുഖമായിട്ട് താമസിച്ചിട്ടുണ്ടാകാം. അതുമല്ലെങ്കിൽ പാരച്യൂട്ട് കൃത്യമായിട്ട് പ്രവർത്തിക്കാതെ അയാൾ നിലത്ത് വീണ് മരണമടഞ്ഞിട്ടുണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിലും ആ ഡെഡ് ബോഡി നമുക്ക് കിട്ടേണ്ടതല്ലേ? ഡെഡ് ബോഡിയും കിട്ടിയിട്ടില്ല. അയാളെക്കുറിച്ചുള്ള ഒരു വിവരവും ലഭ്യമായിട്ടില്ല. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, ഇവിടെ പരാമർശിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളും അതിബുദ്ധിമാന്മാരായിട്ടുള്ള വളരെ സ്മാർട്ടായിട്ടുള്ള ആളുകളാണ്. ഗവേഷകർ പറയുന്നത് ഒരു സാധാരണക്കാരന് ഒരിക്കലും കള്ളം പറയാൻ സാധിക്കുകയില്ലെന്നാണ്.
അത് ഒരു ശരിയായ കാര്യമല്ല എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ തോന്നിക്കാണും. കാരണം നമ്മളെല്ലാവരും കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കല്യാണത്തിന് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ പറയുന്നത് ആ ദിവസം എനിക്ക് ഓഫീസിൽ പോകണമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ജോലി ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷേ അതേ ദിവസം ഒരുപക്ഷെ നമ്മൾ ഒരു സിനിമാ തിയേറ്ററിലേക്കായിരിക്കാം പോയത്. ഇങ്ങനെ ഒരുപാട് കള്ളങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് അത്തരത്തിലുള്ള കള്ളങ്ങളെക്കുറിച്ചല്ല, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ടാക്കി അത് പ്രചരിപ്പിക്കുന്നതിനെക്കുറിച്ചാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ള പല കഥകളും പറയണമെങ്കിൽ, അത് ഫലപ്രദമായിട്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അയാൾ അതിബുദ്ധിമാനായിരിക്കണം, അയാൾ സ്മാർട്ടായിരിക്കണം. സ്മാർട്ടായിട്ടുള്ള എല്ലാ ആളുകളും ഇങ്ങനെയുള്ള ആളുകളാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും സ്മാർട്ടായിരിക്കാം. അവരുടെ സ്മാർട്ട്നെസ് ഉപയോഗിച്ചത് തെറ്റായ രീതിയിലാണെന്ന് മാത്രം. നമ്മളെല്ലാവരും എല്ലാ സമയത്തും ജാഗ്രതയോടുകൂടി തന്നെ ഇരിക്കണം. കാരണം ഏത് നിമിഷവും നമ്മളെ തേടി ഒരു മെയിൽ വരാം, ഒരു SMS വരാം, അല്ലെങ്കിൽ ഒരു DB കൂപ്പറോ ചാൾസ് ഫോൺസിയോ അല്ലെങ്കിൽ ബാർബറയോ കടന്നു വരാം. വിജിലൻ്റായിട്ടിരിക്കുക. ആ ഒരു വിജിലൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്തത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.